എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ ഇന്ന് നെല്ലിയാമ്പതിയിലെ കുറച്ച് കാഴ്ചകളാണ് എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു 4:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പം ഏറെക്കുറെ 12:30 കഴിഞ്ഞിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്. ചുരത്തിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങോട്ട് എത്താൻ താമസിച്ചത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫുഡ് അടിച്ചിട്ട് കാണാം. അതുപോലെ ഒരു കാര്യം കൂടി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പോയി ഫുഡ് അടിക്കട്ടെ. നെല്ലിയാമ്പതിയിൽ എത്തുമ്പോഴൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോകുന്ന 2 ഹോട്ടലുകളിൽ ഒന്നാണ് നൂറടിയിലുള്ള വസീം ഹോട്ടലും കാരാപ്പാറയിലുള്ള രമേശേട്ടൻ്റെ ഹോട്ടലും. 2 സ്ഥലത്തും നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കിട്ടും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചക്കത്തെ ലഞ്ചായാലും വളരെ നാടൻ സ്റ്റൈലുള്ള ഭക്ഷണമാണ് സാധാരണ എല്ലായ്പ്പോഴും ലഭിക്കാറ്. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് വസീം ഹോട്ടലിലെ തന്നെ അൻഷിതും നെല്ലിയാമ്പതിയിലെ ഹോൺബിൽ ഗൈഡായിട്ടുള്ള മഹേഷും. മഹേഷിനെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം നെല്ലിയാമ്പതിയിൽ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഹോൺബിൽ ഗൈഡാണ്. അപ്പോൾ ബേർഡിങ്ങിന് വരുന്ന പലർക്കും ഒരു ഗൈഡിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ മഹേഷിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നെല്ലിയാമ്പതിയിലെ ആദ്യത്തെ എൻ്റെ സൈറ്റിംഗ് ഈ ഒരു കാട്ടുപോത്താണ്. ചുരത്തിൽ എല്ലായ്പ്പോഴും മേഞ്ഞു നടക്കുന്ന ഒരു യമണ്ടൻ കാട്ടുപോത്ത് അഥവാ കാട്ടി. ഒട്ടുമിക്ക സമയത്തും ഇത് ചുരത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി നമുക്ക് കാണാം. ഏറെക്കുറെ ഒരു 4-5 വർഷമായി ഇതിനെ ഇവിടെ കാണപ്പെടും. പ്രിഡേറ്റേഴ്സിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായിരിക്കും ഇത് എല്ലായ്പ്പോഴും ചുരത്തിൽ കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ എനിക്ക് തോന്നാൻ ഒരു കാരണമുണ്ട്. അതിനെ എപ്പോൾ കാണുമ്പോഴും അതിൻ്റെ ശരീരത്തിൽ മുറിവുകൾ കാണപ്പെടാറുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ചെവി ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇതിൻ്റെ ചെവിക്ക് ഇത്ര പരിക്കില്ലായിരുന്നു. മനുഷ്യരുടെ സാന്നിധ്യമുള്ളിടത്ത് പ്രൊഡക്റ്റേഴ്സിൻ്റെ സാന്നിധ്യം കുറവായിരിക്കുമല്ലോ. അതുകൊണ്ടാവും പാവം ചുരത്തിൽ കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ കാട്ടുപോത്തിൻ്റെ കുറച്ച് ഫുട്ടേജസ് എടുത്ത ശേഷം ഞാൻ എൻ്റെ യാത്ര മുകളിലേക്ക് തുടർന്നു. കുറച്ച് ദൂരം ചെന്ന് ചുരത്തിന് താഴോട്ട് നോക്കിയപ്പോൾ അതാ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ മേയുന്നു. ഇവിടെ 1ഉം 2ഉമല്ല കേട്ടോ, ഒരു 20ഓളം എണ്ണം ഉണ്ടായിരുന്നു. ഒരുപാട് ഉയരമുള്ള ചെടികൾക്കിടയിലായതുകൊണ്ട് മുഴുവൻ കാട്ടുപോത്തുകളുടെയും ഫുട്ടേജസ് പകർത്താൻ എനിക്ക് സാധിച്ചില്ല. അവിടെ നിന്ന് പിന്നെയും ഞാൻ യാത്ര മുകളിലേക്ക് തുടർന്നു. അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുറച്ച് സിംഹവാലൻ കുരങ്ങുകളെയാണ്. നമ്മളിൽ ചിലർ കാണിക്കുന്ന തെറ്റുകളുടെ ഭവിഷ്യത്തുകൾ ഇവയുടെ ആവാസ വ്യവസ്ഥയെ നല്ല രീതിയിൽ ബാധിക്കുന്നു. യാത്രക്കാരായി വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പരമാവധി പ്ലാസ്റ്റിക് ഒഴിവാക്കുക. അതുപോലെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ എന്നിവ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. അതിനായി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഒരു ബാഗ് കരുതുക. ഇതൊരു റിക്വസ്റ്റാണ്. വനം സംരക്ഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് ചെന്നപ്പോൾ റോഡരികിൽ അതാ ഒരു 3 ആനകൾ. ഇതിൽ ഈ ഒരു കൊച്ചു കുറുമ്പൻ, അവന് മറ്റ് 2 ആനകൾ തീറ്റ പറിച്ചെടുക്കുന്നത് പോലെ അത്ര ഈസിയായി പറിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അതിനെ തുടർന്ന് അവൻ അവൻ്റെ ഏട്ടനോട് ചോദിക്കും, പിന്നെ അവൻ്റെ അമ്മയോട് ചോദിക്കും. 2 പേരും കൊടുക്കാതെ വരുമ്പോൾ ഇവർ 2 പേരുടെയും വായ്ക്കകത്ത് അവൻ്റെ കൊച്ചു തുമ്പികൈ കൊണ്ട് അത് എടുക്കാൻ ശ്രമിക്കും. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ വളരെ സുന്ദരമാണ്. ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തള്ളയാന കുട്ടിയാനയ്ക്ക് പുല്ല് എങ്ങനെ പറിച്ചെടുക്കുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ്.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ യാത്രകളിലും നിങ്ങൾക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. പ്രത്യേകം ഓർക്കുക, എന്തൊക്കെ പറഞ്ഞാലും ഈ ആനകൾ കാട്ടാനകളാണ്. അവയുടെ വന്യത ഏത് നിമിഷവും പുറത്തു കാണിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി അകലം പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത്തരം കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ. കൂട്ടത്തിൽ ഇവന് കുറച്ചധികം കുറുമ്പ് കൂടുതലാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക. മൃഗങ്ങളുടെ സ്വൈരവിഹാരത്തിന് തടസ്സം വരാതെ നോക്കുക. എൻ്റെ എല്ലാ നെല്ലിയാമ്പതി യാത്രകളിലും ഈ ഒരു സ്ഥലമെത്തിയാൽ കുറച്ചു നേരം ഇവിടെ ഇരിക്കാറുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള നെല്ലിയാമ്പതിയുടെ കാഴ്ച അതിമനോഹരമാണ്. എപ്പോഴെല്ലാം ഇവിടെ എത്തിയോ ഞാൻ എൻ്റെ ക്യാമറ ആ കാണുന്ന മലമുകളിലോട്ടൊന്ന് തിരിക്കാറുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ പലപ്പോഴായിട്ട് ആനകളും കാട്ടുപോത്തുകളും മേയുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തവണയും കുറച്ച് ആനകളെ എനിക്ക് കാണാൻ സാധിച്ചു. ഈ മലയിലല്ല, തൊട്ടപ്പുറത്ത് കാണുന്ന മലയാണ്. വെള്ളരിമേട് എന്നാണ് പൊതുവെ ആ മലയെ വിളിക്കാറ്. അപ്പോൾ അവിടെയുള്ള ആനകളുടെ കാഴ്ച നമുക്കൊന്ന് കുറച്ച് കാണാം. ഒരു 7ഓളം ആനകളെ എനിക്ക് അവിടുന്ന് എണ്ണിക്കാണാൻ സാധിച്ചു. 3 പിടിയാനകളും ഒപ്പം 3 കുഞ്ഞുങ്ങളും. അതിനോടൊപ്പം തന്നെ ഒരു കൊമ്പനാനയും ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ കൊമ്പനാനകളെ മാത്രമായിട്ടും ഇവിടെ കാണപ്പെടാറുണ്ട്. ഇതിനിടെ ഈ കഴിഞ്ഞ ജനുവരി പകുതിയിൽ ഞാൻ പകർത്തിയ വേഴാമ്പലിൻ്റെ കുറച്ച് ഫുട്ടേജസ് ഉണ്ട്. അവയുടെ കൂട് നിർമ്മാണം, അത് ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവെക്കുകയാണ്. സാധാരണയായി ജനുവരിയോട് കൂടിയാണ് വേഴാമ്പലിൻ്റെ ബ്രീഡിംഗ് കണ്ടുവരാറ്. പെൺവേഴാമ്പലാണ് കൂടിനകത്തുള്ളത്. ആൺപക്ഷി കൊണ്ടുവരുന്ന മൺകട്ടയും മരത്തൊലിയും പഴങ്ങളും കൂടാതെ തൻ്റെ കാഷ്ടം കൂട്ടിച്ചേർത്താണ് ഇവയുടെ കൂട് നിർമ്മാണം. നിങ്ങൾക്ക് ഫുട്ടേജിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഫിമേൽ ഹോൺബിൽ അതിൻ്റെ കൊക്ക് ഉപയോഗിച്ച് അവയുടെ കൂടുകൾ ഭംഗിയാക്കുന്നത്. കൂടിൻ്റെ മുൻവശം തൻ്റെ കൊക്ക് കടത്താൻ മാത്രം പാകത്തിലായാൽ കൂട് നിർമ്മാണം പൂർത്തിയാക്കും. ഏറെക്കുറെ കൂടിൻ്റെ മുൻവശവും മരത്തിൻ്റെ കളറും ഒരുപോലിരിക്കും. അത്ര സുരക്ഷിതമായിട്ടാണ് ഇവ അവയുടെ കൂട് നിർമ്മിക്കുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺവേഴാമ്പൽ തൻ്റെ തൂവൽ പൊഴിച്ച് മുട്ടകൾക്ക് തൂവൽമത്തയൊരുക്കും. ഏകദേശം 40 ദിവസത്തോളം എടുക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരാൻ. ഈ കാലയളവ് മുഴുവൻ അമ്മയ്ക്കും കുഞ്ഞിനും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും കൂടിന് കാവലിരിക്കുന്നതും ആൺപക്ഷിയാണ്. ഒരുപാട് പഴങ്ങൾ ശേഖരിച്ച് അത് ഓരോന്നോരോന്നായി തൻ്റെ ഇണക്കും കുഞ്ഞിനും തീറ്റയായി കൊടുക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആനകളുടെ ഫുട്ടേജസ് പകർത്തുന്നത് പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് അകലം പാലിച്ചും കാടിന് അനുയോജ്യമായ വസ്ത്രധാരണത്തിലും കൂടെയാണ് ഞങ്ങൾ ഇത്തരം ഫുട്ടേജസ് പകർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാഴ്ച കാണുകയാണെങ്കിൽ അവയുടെ സ്വാതന്ത്ര്യത്തിന് കോട്ടം വരാത്ത രീതിയിൽ മാത്രം നിങ്ങൾ കാഴ്ചക്കാരാവുക. അവയുടെ കൺവെട്ടത്തിന് ഒരുപാട് അകലം പാലിക്കുക. അവയുടെ പ്രജനനത്തിന് യാതൊരു തടസ്സം വരാതെ നോക്കുക. ഇതും ഒരു റിക്വസ്റ്റാണ്. അടുത്തതായി നെല്ലിയാമ്പതിയുടെ സ്വന്തം ചില്ലിക്കൊമ്പനാണ്. അവൻ്റെ ഒരു മാസ് എൻട്രിയാണ്. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു. പക്ഷെ അവന് മുമ്പിൽ ഒരു പറ്റം ജനങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അവന് വഴിതിരിച്ചു പോകേണ്ടി വന്നു. മാത്രമല്ല കുറച്ചു പേർ വളരെ ഉച്ചത്തിൽ ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. ചില ആളുകളിൽ സ്ഥിരം കാണുന്ന ഒരു സ്വഭാവമാണ് ആനയെ കാണുമ്പോൾ ബഹളം വെക്കുന്നതും ആർത്ത് വിളിക്കുന്നതും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അവരെ അവരുടെ വഴിക്ക് വിടുക. ശാന്തമായി നോക്കി നിൽക്കുക. അതുപോലെ കാട്ടാനകളെ പിറകിലാക്കിക്കൊണ്ടെടുക്കുന്ന സെൽഫി ഫോട്ടോസ്. എന്തനുഭൂതിയാണ് അത്തരക്കാർക്ക് ആ ഒരു സെൽഫി ഫോട്ടോസിൽ നിന്നും ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല.
എന്തായാലും അതിനുശേഷം പുള്ളിക്കാരൻ തൊട്ടടുത്തുള്ള പാടിക്കരികിൽ നിൽക്കുന്ന മാവിൽ കുരുക്കി മാങ്ങയിട്ട് തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രാവിശേഷം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.